Hi everyone, this is Jebin Shay from Evica. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെ ന്യൂസിനെ പറ്റിയാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 17.5 ഒരു RC റിലീസ്, അതായത് റിലീസ് കാൻഡിഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേഷൻ നമ്മുടെ ഈ ഒരു ആഴ്ച വരുന്ന ആഴ്ച തന്നെ നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ പുതിയ ഐപാഡ് നമുക്ക് പ്രോയും ഐപാഡ് എയറും വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പുതിയ ആപ്പിൾ പെൻസിൽ തേർഡ് ജനറേഷൻ അല്ല, ആപ്പിൾ പെൻസിൽ പ്രോ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയൻറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഐപാഡ് പ്രോയിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ പറയാം. ഐപാഡിൻ്റെ ഈ ഇവൻറ്റിൻ്റെ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടില്ലെങ്കിൽ എന്തായാലും കാണുക. പക്ഷേ അതിൽ പറയാത്ത കുറച്ചധികം കാര്യങ്ങൾ ഇതിന് ഐപാഡിൽ പറയാം. ഈ ഐപാഡിൻ്റെ ബോക്സിൽ നമുക്ക് ചാർജർ ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഒരു ആപ്പിൾ സ്റ്റിക്കറും നമുക്ക് ലഭിക്കില്ല. എൻവയോൺമെൻറ്റൽ സേവിങ് എന്ന് പറഞ്ഞ പേരിൽ ആപ്പിൾ ഇനി മുതൽ ഈ പറഞ്ഞ ഡിവൈസിലൊന്നും പുതിയ ആപ്പിളിൻ്റെ സ്റ്റിക്കർ നമുക്ക് കിട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഒത്തൻറ്റിക് ആപ്പിൾ സ്റ്റിക്കർ ഇനി മുതൽ കിട്ടില്ല. കാരണം ഇപ്പോൾ തൊട്ട് ആപ്പിൾ ഈ പറഞ്ഞ 2030 ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാർബൺ ന്യൂട്രലായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ആപ്പിൾ സ്റ്റിക്കറും ബാക്കി പ്ലാസ്റ്റിക് ബീജ എല്ലാ സാധനങ്ങളും ആപ്പിൾ മാറ്റാൻ പോവാണ്. അതേപോലെ ആപ്പിളിൻ്റെ ഐപാഡ് പ്രോയിലും ഐപാഡ് എയറിലും നമുക്ക് സ്ക്രീനിൻ്റെ നടുക്ക് ഈ ഒരു ഭാഗത്താണ് ക്യാമറ വരുന്നത്, നമ്മുടെ സെൻട്രലൈസ് ചെയ്ത് കാണാൻ വേണ്ടി. പക്ഷേ അത് കറക്റ്റ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഐപാഡിൻ്റെ നടുക്കായിട്ട് സെൻട്രലൈസ് ആയിട്ടില്ല നമുക്ക് ഈ പറഞ്ഞ ക്യാമറ വരുന്നത്. കുറച്ച് നീങ്ങിയിട്ടാണ് ഈ പറഞ്ഞ ക്യാമറ വരുന്നത്. ഇത് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഐപാഡിൻ്റെ ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റിലല്ല ആപ്പിൾ ഈ ഒരു ഐപാഡിൻ്റെ ക്യാമറ വെച്ചിരിക്കുന്നത്. ഈ കൊല്ലം കണ്ട ഈ ഐപാഡ് പ്രോവിനെ നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം റിലീസായ ഐപാഡ് പ്രോവിനെ വെച്ച് നോക്കുമ്പോൾ ഈ വട്ടം വന്ന പുതിയ M4 പ്രോവിന് അല്ലെങ്കിൽ ഐപാഡ് പ്രോവിന് നമുക്ക് ഒരു ക്യാമറയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് വന്ന ഐപാഡിൽ 2 ക്യാമറ, ഐപാഡ് പ്രോവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ 2 ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വട്ടം വന്ന ഐപാഡിന് ആക്ച്വലി ക്യാമറ കാര്യത്തിൽ ഡൗൺ സൈഡാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു നാനോ ടെക്സ്ചർ ഗ്ലാസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു കാര്യം വരുന്നത് ഐപാഡ് പ്രോവിൻ്റെ എല്ലാ വേരിയൻറ്റിലും വരില്ല, ബേസ് വേരിയൻറ്റിൽ ഒന്നിലും ഐപാഡ് പ്രോയിൽ ഈ ഒരു കാര്യം വരില്ല. അത് 1 TB ഓർ 2 TB ഇത്രയും ഹൈ സ്പെക്കുള്ള അല്ലെങ്കിൽ അത്രയും വലിയ സ്റ്റോറേജ് ഉള്ള ഡിവൈസിൽ മാത്രമാണ് ഈ പറയുന്ന നാനോ ടെക്സ്ചർ കോട്ടിംഗ് ഗ്ലാസ് വരുന്നത്. അതേപോലെ വേറൊരു ഇഷ്യൂ കൂടെ ആപ്പിളിൻ്റെ പുറകിൽ വന്നിട്ടുണ്ട്. ആപ്പിളിൻ്റെ ഐപാഡ് പ്രോയിൽ വന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി റിലീസ് ചെയ്ത ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു ക്രഷ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ TV ആപ്പിൾ പബ്ലിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആപ്പിൾ അപ്പോളജൈസ് ചെയ്തു കമ്പനികളോട്, അല്ലെങ്കിൽ പബ്ലിക്കിൽ അവർ പറഞ്ഞു ഞങ്ങളിനി ഈ പറഞ്ഞ ആഡ് അമേരിക്കയിലൊക്കെ TV ആഡായിട്ട് ഞങ്ങൾ റൺ ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള, അതായത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ആ ഒരു ആഡ് അങ്ങനെ തന്നെ കിടക്കുമെന്ന് പറഞ്ഞു. ഇത് ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള കാരണം അറിയോ? ഒരു ഹൈഡ്രോളിക് പ്രഷറില്ല, നമ്മുടെ ഹൈഡ്രോളിക് നമ്മളിങ്ങനെ ചമ്മന്തിയാക്കണ ക്രഷ് ചെയ്യുന്ന ആ ഒരു ഹൈഡ്രോളിക് മെഷീൻ്റെ ഉള്ളിലേക്ക് കുറേയധികം ആക്രിലിക് പെയിൻസും ഗിറ്റാറും പെയിൻറ്റും പിന്നെ കുറേയധികം യൂസ് ചെയ്യുന്ന കുറേ വർക്കേഴ്സിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവന്ന് വെച്ച് ക്രഷ് ചെയ്തു. ഇത് ക്രഷ് ചെയ്ത സമയത്ത് ആൾക്കാർ പറയുന്നത് അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ആഡ് കാണിക്കുന്നത്. സോ അത് അവർക്ക് ഭയങ്കര ഇൻസൾട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ആപ്പിളിനെതിരെ കേസിൽ ആപ്പിളിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആഡിനൊക്കെ ഒരു ആഡ് കണ്ടാൽ പോലെടാ, എന്തിനാണിങ്ങനെ അതിൻ്റെ പേരിലൊക്കെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ടകത്ത് കമൻറ്റ് ചെയ്യുക. ആ ഒരു ആഡ് ഒരു പരസ്യമായിട്ട് വേറൊരാളെ ഇപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അതേപോലെ അങ്ങനെ ഒരു റേസിസോ വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ആ ക്രഷ് എന്ന് പറഞ്ഞ പേരിൽ ആ ഒരു കളറും ബാക്കി കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുക എന്നുള്ള രീതി മാത്രമാണ് എനിക്ക് ആ ആഡിൽ നിന്ന് തോന്നിയത്. നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്, അതേപോലെ ആ ഒരു ആഡ് ഭയങ്കര സൊസൈറ്റിയിൽ ഭയങ്കര പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ടതാകത്ത് എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. iOS 18 നമുക്കൊരു മാസം കൂടെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ കയ്യിലേക്ക് iOS 18 ബീറ്റ 1 ലഭിക്കും. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച്
ആപ്പിൾ പുതിയൊരു ക്യാമറ ഫീച്ചർ റിലീസ് ചെയ്യുന്നുണ്ട്. ഫൈനൽ കട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേയധികം ഓപ്ഷൻസ് വരുന്ന ഒരു ക്യാമറയാണ് ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ പോലെ തന്നെ iOS 18 വരുമ്പോൾ നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ക്യാമറ ഇല്ലേ, അതും ആപ്പിൾ നല്ല രീതിക്ക് പണിയെടുത്ത് മാറ്റാൻ പോവുകയാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം ഒരു പ്രോ സീരീസിലുകാർക്ക് പ്രോ ഓപ്ഷൻസ് വരാനുള്ള കാരണം ഈ പറഞ്ഞ iOS 18 കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ പ്രോ സീരീസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് iPhone 16 പ്രോയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന iPhone സീരീസിനെക്കാട്ടും 20% ബ്രൈറ്റ്നെസ് ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ വരാൻ പോകുന്നത്. പീക്ക് ബ്രൈറ്റ്നെസ് ഇപ്പോൾ തന്നെ നമുക്കറിയാം iPhone 15 പ്രോയും പ്രോ മാക്സിൻ്റെയൊക്കെ ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോറിൽ ഇറങ്ങിയാലും ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. സോ ഇനിയും അതിന് 20% കൂടെ ബ്രൈറ്റർ ആകുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റി ആപ്പിൾ ഈ പറഞ്ഞ ഡിസ്പ്ലേയിലും അതേപോലെ ഡിവൈസിലും കൊണ്ടുവരാൻ പോകുന്നുണ്ട്. 16 പ്രോയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഐപാഡിൻ്റെ ആ ഒരു തിന്ന് 5.1 mm എന്ന് പറഞ്ഞാൽ അത്രയും സ്ലീക്കാണ്. ആ ഒരു സൈസിലേക്ക് ആപ്പിൾ അവരുടെ ഡിവൈസ് കുറച്ചു വിത്തൗട്ട് കോംപ്രമൈസിങ് ബാറ്ററി ആൻഡ് പെർഫോമൻസ്. സോ ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഇനി ആപ്പിൾ ഈ പറഞ്ഞ ഡിവൈസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. iPhone 16 സീരീസിലേക്കും നമുക്ക് നല്ല തിന്നസ്റ്റ് ആയിട്ടുള്ള iPhone 16 സീരീസ് വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഇനി വരാൻ പോകുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ലീക്ക് മോഡലായിരിക്കും ഇനി വരാൻ പോകുന്ന ആ ഒരു ട്രെൻഡ് മൊബൈൽ സെക്ടറിൽ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫോണുകളിൽ വന്നിട്ടുണ്ട്. ഐഫോൺ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ വന്നിട്ടില്ല, പഞ്ച് ഹോൾ വന്നിട്ടില്ല, അതുപോലെ ബാക്കി കുറേ കാര്യങ്ങൾ വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ. പക്ഷേ ഒരു മൊബൈൽ സെക്ടറിലേക്ക് നോക്കുമ്പോൾ ഇനി നല്ല തിന്നസ്റ്റ് ആയിട്ടുള്ള ഡിവൈസുകളാണ് ഇനി വരാൻ പോകുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. ടിം കുക്ക് ഇനി ഒരു 3 കൊല്ലം കൂടെ ആയിരിക്കും ആപ്പിളിൻ്റെ CEO ആയിട്ട് ഇരിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് വരാൻ പോകുന്ന പുതിയ CEO എന്ന് പറയുന്നത് ജോൺ ടോറസ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റ് സീനിയർ ഹെഡ് എൻജിനീയറിങ്ങിൻ്റെ ഹെഡ്, ഹാർഡ്വെയർ എൻജിനീയറിങ്ങിൻ്റെ ഹെഡായിട്ടുള്ള ജോൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന എല്ലാ ഇവൻറ്റിലും ഈ പറഞ്ഞ ജോൺ എന്ന് പറഞ്ഞ വ്യക്തിനെ നമുക്ക് ഇവൻറ്റിൽ കാണാൻ പറ്റും. അതേപോലെ ലേറ്റസ്റ്റ് ആയ കുറേ ഇൻ്റർവ്യൂസിലും ഈ പറഞ്ഞ ടിം കുക്കിന് പകരം അല്ലെങ്കിൽ ടിം കുക്കിൻ്റെ ആ ഒരു അതേപോലെ പൊസിഷനിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ജോൺ എന്ന് പറയുന്നത്. സോ ഇനി ഒരു 3 അല്ലെങ്കിൽ 2-3 കൊല്ലത്തിന് ശേഷം നമുക്ക് കാണാൻ പോകുന്ന പുതിയ CEO ആപ്പിളിൻ്റെ ഇങ്ങനെയായിരിക്കും. ഈ ഒരു പുള്ളിക്കാരൻ വരുമ്പോൾ ആപ്പിൾ എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരും അതേപോലെ ഇപ്പോഴുള്ള ആപ്പിളിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കണ്ടീഷനും ആയിരിക്കും ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇമ്പ്രൂവൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആപ്പിൾ ഇനിയും വലുതാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറേയധികം ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്, നല്ല രീതിക്ക് എല്ലാവരും ടയേർഡ് ആവുന്നുണ്ട്. ഞാനും നിങ്ങളെല്ലാവരും ടയേർഡാണ്. സോ എന്തായാലും നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, കുറച്ച് ബോഡിയൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പണി കിട്ടിക്കാൻ നമുക്ക് മാത്രമേ പണി കിട്ടുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ്. സോ എന്തായാലും നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെ പുതിയ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതേപോലെ പുതിയ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും മതി, www.evica.com എന്നാണ്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും തൊട്ടടുത്തുണ്ട്. ഗോ ഫോളോ മീ Instagram too, and thank you so much for watching our video. This is Yabin Xavier signing from Evica.